ലുലു സെലിബ്രേറ്റ് വെറുതെയല്ല ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവലിലേക്ക് സ്വാഗതം. പലപ്പോഴും നാം നമ്മുടെ പ്രണയം തിരിച്ചറിഞ്ഞത് നമ്മുടെ വേർപാടിൽ നിന്നായിരുന്നു. പ്രണയം കുറച്ച് പൈങ്കിളിയാണ്. എന്ത് കടിക്കുന്നത്? ചെറുതായിട്ട് സ്ലൈറ്റ് തന്നെ നിന്ന് കടിയും. ഒന്ന് കാണിച്ചു. റൊമാൻറ്റിക് ആയാൽ ഷാജിദയെ എന്താണ് വിളിക്കുക? മഞ്ചേഷിന്റെ SLC മാർക്ക്. ഇന്നത്തെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജിനി, റംസാന, ബിന്ദു, ശാശ്വതി ആൻഡ് അനു. നമ്മളുടെ സ്പെഷ്യൽ ജഡ്ജസ്. ലെറ്റ്സ് വെൽക്കം മാഷേ ആൻഡ് പാർവതി ചേച്ചി. പൊരുത്തം റൗണ്ടിൽ വരാൻ പോകുന്നത് മഞ്ചേഷ് ആൻഡ് ഷാജിദയാണ്. ലെറ്റ്സ് വെൽക്കം ബോത്ത് ഓഫ് ദം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അല്ലേ? ഷാജിദേന്റെ ഫുൾ പേര് എന്താണ്? ഷാജിദ പി സലീം. ഓഹോ, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഷാജിദേനെ അയക്കാം ആദ്യം. ധൈര്യമായിട്ട് ഷാജിദ, ഒരു ചേഞ്ച് ഞാൻ മഞ്ചേഷിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പിന്നെ ഷാജിദേൻ്റെ അടുത്ത്. ഓക്കെ, റെഡി? റൊമാൻറ്റിക് ആയാൽ മഞ്ചേഷ് ഷാജിദയെ എന്താണ് വിളിക്കുക? മോളു. മോളു. ഓക്കെ. ഷാജിദേൻ്റെ ഇഷ്ടപ്പെട്ട ഗായിക? ചിത്ര. ചിത്ര. ഓക്കെ. മഞ്ചേഷിൻ്റെ SLC മാർക്ക്? 210. അതെ, പാസ് മാർക്കേ ഉള്ളൂ. ശരി. ഓക്കെ. സങ്കടം വരുമ്പോൾ മഞ്ചേഷ് എന്ത് ചെയ്യും? കരയും. കരയും. ഓക്കെ. മഞ്ചേഷിന് ഏറ്റവും ഇഷ്ടമുള്ള പൂവ്? മുല്ലപ്പൂ. മുല്ലപ്പൂ. ഓക്കെ. മഞ്ചേഷിന് ഏറ്റവും ജാസ്തി ഇഷ്ടപ്പെട്ട VAB ജഡ്ജ്? ലെനി. ലെനി. ഓക്കെ. ഷാജിദ ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ സംസാരിക്കുന്നത് ആരുടെ അടുത്താണ്? ഉമ്മച്ചിയുടെ അടുത്ത്. ഉമ്മച്ചി. ഓക്കെ. മഞ്ചേഷിന്റെ ഇരട്ട പേര്? അങ്ങനെ ഇരട്ടപ്പേരില്ല, എന്നാലും മാർക്കറ്റിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. മങ്കുഴി. മങ്കുടി. മങ്കുഴി. 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 അതൊരു വീട്ടുപേരാണ്, അങ്ങനെ വിളിക്കുന്നത്. അതെ, കുഴപ്പമില്ല. ഓക്കെ. ഷാജിദേന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, സുഹൃത്ത്, നിങ്ങളല്ലാതെ? സുഹൃത്ത് നേരത്തെ ഒരാളുണ്ടായിരുന്നു, സരിത. ഇപ്പൊ അങ്ങനെ ആരുമായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അല്ലേ? സരിത പണ്ടുണ്ടായിരുന്നു, സരിത ഇപ്പം ആരുമില്ല. ഓക്കെ. ഭർത്താവിൻ്റെ മീൻസ് മഞ്ചേഷിൻ്റെ പാൻറ്റിൻ്റെ സൈസ്? 30. ഓക്കെ. ഇനി നമുക്ക് ഷാജിദേനെ വിളിക്കാം. മിണ്ടായിരിക്കണം. ഞാൻ മിണ്ടത്തില്ല. ഷാജിദ വരൂ. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് റെഡി അല്ലേ? മഞ്ചേഷിനെ നോക്കരുത് കേട്ടോ, എന്നെ മാത്രം നോക്കണം. ഓക്കെ. ഇന്നലെ കോട്ടയത്തിൽ 1 കിലോ മത്തീന് എന്താണ് വില ഉണ്ടായിരുന്നത്? 120 രൂപ. ഇപ്പം മീനൊക്കെ എന്താ വില? അതല്ലല്ലോ മഞ്ചേഷ് പറഞ്ഞത്. ഇന്നലെ മാർക്കറ്റിൽ എന്താ വില ഉണ്ടായിരുന്നത്? ഇന്നലെ ഞാൻ കോട്ടയത്തില്ലായിരുന്നു കേട്ടോ. ഓക്കെ. ആദ്യത്തെ ചോദ്യം. റൊമാൻറ്റിക് ആയാൽ മഞ്ചേഷ് ഷാജിദ എന്ത് വിളിക്കും? മോളൂന്ന് വിളിക്കും. മഞ്ചേഷ് എന്താ പറഞ്ഞേ? ഷാജിദ എന്ന് വിളിക്കുന്നു. മോളൂന്ന് വിളിക്കുന്നു. ഓക്കെ.
ഷാജിദേന്റെ ഇഷ്ട ഗായിക? ചിത്ര. മഞ്ചേഷ് എന്ത് പറഞ്ഞു? ചിത്ര. ഉഷൗത്തുപ്പ് പറഞ്ഞതാണ്, കുഴപ്പമില്ല. ആ, മഞ്ചേഷിന്റെ SLC മാർക്ക്? 210. ഞാനൊന്നും അറിയത്തില്ല, എനിക്കൊന്ന് ഒന്നും പറയാനില്ല. സങ്കടം വരുമ്പോൾ മഞ്ചേഷ് എന്ത് ചെയ്യും? എന്നെ നോക്കൂ, മഞ്ചേഷിനെ നോക്കരുത്. സങ്കടം വരുമ്പോൾ മഞ്ചേഷ് എന്ത് ചെയ്യും? ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കും. എവിടെയെങ്കിലും ഇരിക്കും? എവിടെയെങ്കിലും ഇരിക്കും, വെറുതെ. കരയും. ആ, അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കരയുന്നത്. അതാണ്. കാണിക്കാറില്ല. ആ, ഓക്കേ. മഞ്ചേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്? പറയൂ, ഇത്ര ആലോചിക്കാൻ പറ്റില്ല. റോസപ്പൂ. കറക്റ്റ്. മുല്ലപ്പൂ. ഓക്കെ. മഞ്ചേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജഡ്ജ് VABയിൽ? ലെനി. ആഹാ. ലെനി. ഓക്കെ. ഷാജിദ, ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ സംസാരിക്കുന്നത് ആരുടെ അടുത്താണ്? ആര്? ഷാജിദ ഫോണിൽ. ആ, ഷാജിദ എന്താ? ഞാന്. ഫോണിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരുടെ അടുത്താണ്? ഇപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉമ്മച്ചി. ഞാൻ പറയും. അതെ, ഉമ്മച്ചി പറഞ്ഞു, പക്ഷെ പിന്നെ ഓക്കെ. മഞ്ചേഷിന്റെ ഇരട്ട പേരെന്താണ്? മങ്കുഴി. വെരി ഗുഡ്. നോട്ട് ബാഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ മങ്കുഴിന്റെ അർത്ഥം എന്താ? അതിന് അർത്ഥമൊന്നുമില്ല, അതൊരു ഫേമസ് ഒരു വീട്ടുപേരാ. അതെയോ? പിന്നെ അതെയോ? അങ്ങനെ അതൊരു വീട്ടിൽ അങ്ങനെ വിളിച്ച് അങ്ങനെ ആയെന്നുള്ള, അങ്ങനെ അതൊരു ഇരട്ടപ്പേരായിട്ട് അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അതെയോ? ഞാൻ അനിച്ചതിനറിയാൻ പേര്. ഷാജിദേന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്, ഭർത്താവ് അല്ലാതെ? അങ്ങനെ ഒരാളില്ല. ഓക്കെ. മഞ്ചേഷിന്റെ പാന്റിന്റെ സൈസ്? 32. മഞ്ചേഷ് എന്താ പറഞ്ഞേ? 30. ഏത് പാന്റാ തന്നത്? അല്ല, 32 ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഈ ഇട്ടേക്കുന്നത് ഇപ്പൊ 32 ആണ്. കള്ളത്രം പറയരുത്. സത്യം. ഇപ്പൊ വേണമെങ്കിൽ നടന്നു. ഓക്കെ. പക്ഷേ ഓക്കെ, നമുക്കിനി നോക്കാം എത്ര ചോദ്യങ്ങളുടെ ഉത്തരം കറക്റ്റ് ഉണ്ടായിരുന്നു. 7 out of 10. വെരി ഗുഡ്, വെരി ഗുഡ്. എക്സ്പെക്ട് ചെയ്തോ ഷാജിദ ഇങ്ങനെ ഉത്തരം? ഈ 210 ഭയങ്കര അത് അറിയായിരുന്നു. അത് SSLC ബുക്കൊക്കെ ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല, അത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രമേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ആവശ്യം, ഇപ്പം ഈ ഗവൺമെന്റ് ഓഫീസിലോ അല്ല താലൂക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും അതിന്റെ. പക്ഷെ ഷാജിദയ്ക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നിയോ? അല്ല, അത് അവൾ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഓർത്തിരുന്നത്. അങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ ഒരു മിനിമം മാർക്ക് ആയതുകൊണ്ട് ഓർമ്മ ഉണ്ടാവും അല്ലേ? എന്തായാലും പാർവതി ചേച്ചി? വെരി ഗുഡ്. ഇവർ തമ്മിലുള്ള ഒരു എന്താ സൗഹൃദം, 24 മണിക്കൂർ ഇവർ പരസ്പരമാണ് സംസാരിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരെ ഹൈ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ പഴയ കൂട്ടുകാരി എന്ന് ഷാജിദ പോലും ഓർത്തില്ല. ഇപ്പോൾ ഷാജിദയ്ക്ക് ആ ഒരു സൗഹൃദം ആവശ്യമില്ല, അത് മുഴുവൻ മഞ്ചേഷിനിൽ നിന്ന് കിട്ടുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. വളരെ കംഫർട്ടബിളായിട്ടാണ് പല കാര്യങ്ങളും. പിന്നെ പൂവിൻ്റെ കാര്യമൊക്കെ പിന്നെ സാരമില്ല, പോട്ടെ. എന്നാലും വെരി ഗുഡ്, എക്സലൻറ്റ്. ഓക്കെ. മാഷേ? ആകെ 1-2 തെറ്റ് പറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പം പഴയ സുഹൃത്തിന്റെ പേര് പറഞ്ഞില്ല എങ്കിലും ബാക്കി പകുതി ശരിയായിരുന്നു. അതെ അതെ, ഇപ്പൊ ആരുമില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ഈ പാന്റിന്റെ സൈസ് ഇങ്ങനെ മാറി മാറി വരുമല്ലോ. തീർച്ചയായിട്ടും അല്ല, അതൊരു സ്ഥിരം
ഇല്ല, സാധാരണ വളരെയധികം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഈ സൈസിലെ. ചിലപ്പോൾ ഭയങ്കര കുമ്പിയുള്ള സമയത്ത് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഒരു ഗ്രേസ്, 2 മാർക്കിന്റെ ഗ്രേസ് അനുഭവിച്ചു കൊടുത്താൽ. ഒന്ന് കരച്ചിൽ, പൂവ്, പിന്നെ പാന്റിന്റെ സൈസ്, ഇത് 3 അല്ല. അത് 3 അപ്പൊ അവിടെയും ഞാൻ അവർ കണ്ടിട്ടില്ല, കാണണമെന്നില്ലല്ലോ, ഒറ്റയ്ക്ക് കരയുന്നത് അവർ കാണണമെന്നില്ലല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ അതും ശരിയാണ്. അവരുടെ കാഴ്ചയിൽ കരയാത്തത് കൊണ്ട് എന്താണ് സങ്കടം വന്നത്, ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയുന്നു. പിന്നെ ആകെ തെറ്റിപ്പോയത് റോസാപ്പൂവും മുല്ലപ്പൂവും തമ്മിലുള്ള അന്തരമാണ്. അത് നമുക്ക് ഒന്ന് സബൂറായിക്കൂടെ, പ്രശ്നമില്ലല്ലോ. ആലോചിക്കാം മാഷേ. അതെ അതെ, അത് ആകെ ഒരു പൂ, അത്രയല്ലേ ഉള്ളൂ. അത് Only a fool. അത്രേ ഉള്ളൂ. ഏക് ഫൂൽ. നന്നായിട്ട് കേട്ടോ, വളരെ നന്നായിട്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല രീതിയിൽ ഇവർ തമ്മിൽ ഈ വസ്തുതകൾ അറിഞ്ഞു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സന്തോഷം. താങ്ക് യു. ജിനി? മഞ്ജേഷ്, ഷാജിദ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിലായി. കാരണം ആ 10 ചോദ്യത്തിൽ 7 നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റി. അത് തന്നെ കമ്മ്യൂണിക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ സമയം ഉണ്ടായില്ലെങ്കിലും അത് ടൈം നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. എന്തായാലും നന്നായി, വെരി ഗുഡ്. താങ്ക് യു. റംസാന? പ്രതീക്ഷിച്ചത് പറഞ്ഞില്ല, കാരണം പാന്റിന്റെ സൈസ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, പക്ഷെ ഷാജിദ പറഞ്ഞത് ഇന്നിട്ട് മഞ്ജേഷിന്റെ പാന്റ് കറക്റ്റ് ആണ്. മഞ്ജേഷാണ് 30 പറഞ്ഞത്. അത് ഞങ്ങൾ ഒരുമിച്ച് പോയ സമയത്ത് എടുത്തേക്കുന്നതെല്ലാം 32 ആ. അപ്പൊ ഷാജിദ ആയിരിക്കും എടുക്കാറുള്ളത്. മഞ്ചേശ്വട്ട ഇടാറ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കാ ചിലപ്പോ ഞാൻ 2 ഇഞ്ചിന്റെ ഇതാണെങ്കിലും ഞാനത് എടുക്കും. ബെൽറ്റ് ഇട്ട് മുറുകാലോ. അതൊരു കുഴപ്പമില്ല കേട്ടോ, അതൊരു കുഴപ്പമില്ല. ഞാൻ ചുമ്മാ കണ്ടുവിടാതിരിക്കണ്ടേ, എല്ലാം പറഞ്ഞാലോ. നല്ലതായിരുന്നു, കാരണം നിങ്ങൾ തമ്മിൽ സംസാരിക്കും എന്നുള്ളതിന് തെളിവായി. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പറയുന്ന നമുക്ക് സങ്കടം വന്ന ആണുങ്ങൾ കരയുന്ന നമ്മളും കണ്ടിട്ടില്ല. നോക്കുമ്പോൾ ചുമ്മാതെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന. പക്ഷെ അവരുടെ ഉള്ളിലും കരയുന്നുണ്ടെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നല്ലതായിരുന്നു. താങ്ക് യു. ബിന്ദു? രണ്ടുപേരും നന്നായിട്ട്, അതായത് രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായി. രണ്ടുപേരും പിന്നെ ഇപ്പോൾ കരയുന്ന കാര്യം അത് ഷാജിദ കണ്ടിട്ടില്ല എന്നുള്ളത്. ബാക്കിയെല്ലാം ആ പൂവിൻ്റെ കാര്യം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. ഓക്കെ. ശാശ്വതി? രണ്ടാളും നല്ലോണം ചെയ്തു. പിന്നെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. താങ്ക്സ്. അനു? എല്ലാ കാര്യങ്ങളും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ തോന്നുന്നു. നന്നായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. 7 out of 10. Very good. Okay, thank you. Love letter round വരാൻ പോകുന്നത് ഷാഹുൽ ആൻഡ് ഐഷ. Let's welcome ഷാഹുൽ. എത്രയും പ്രിയപ്പെട്ട ഐഷ മോൾക്ക്, എത്രയോ ജന്മമായി നിന്നെ കാത്തിരുന്ന് കിട്ടിയ എൻ്റെ നിധിയാണ് നീ. ജീവിതത്തിൽ ഒരേ ഒരു പെൺകുട്ടിയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ. അത് ആദ്യമായും അവസാനമായും നീയാണ്. കാറ്റും കോളും വരുമ്പോഴും പ്രളയവും അഗ്നിയുടെ കൊടും ചൂട് അനുഭവിക്കുമ്പോഴും ഒരു സാന്ത്വനമായി, ഒരു നിഴലായി, ഒരു കൂട്ടുകാരിയായി എന്നും നീ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും നാം നമ്മുടെ പ്രണയം തിരിച്ചറിഞ്ഞത് നമ്മുടെ വേർപാടിൽ നിന്നായിരുന്നു. നിൻ്റെ പ്രസവത്തിനായി നീ എന്നെ വിട്ട് നിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും തളർന്ന എൻ്റെ മനസ്സ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ വേദന നിനക്കും തിരിച്ചറിഞ്ഞ് നീ എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു. ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ച നിമിഷങ്ങൾ നിന്നോടൊപ്പം ഉള്ളതാണ്. പലപ്പോഴും നീ എനിക്കൊരു അത്ഭുതം പോലെ തോന്നിയിരുന്നു. എൻ്റെ അത്താൻ്റെ രോഗാവസ്ഥയിലും എന്നോടൊപ്പം ആശുപത്രിയിൽ കഴിഞ്ഞ മാസങ്ങൾ ഇന്ന് ഞാൻ വളരെ ആദരപൂർവ്വം ഓർക്കുന്നു. നിൻ്റെ കുസൃതിയിലും ഒരു മോളെന്ന പോലെ നിൻ്റെ ഇഷ്ടപ്പെട്ട വാശിയിലും ഞാൻ കൂട്ടുനിൽക്കുമ്പോഴും നിന്നോടൊപ്പമുള്ള ജീവിതത്തിലും സത്യം ഞാൻ വളരെ സന്തോഷവാനാണ്. നിൻ്റെ സുറുമയിട്ട കണ്ണുകളും ആ ചെറിയ ചുണ്ടും നിൻ്റെ മൊഞ്ചും എല്ലാം എൻ്റെ സ്വപ്നത്തിലെ എല്ലാ അഴകും നിനക്കാണ്. അതുതന്ന ദൈവത്തിനും ഞാൻ കടപ്പെട്ടവനാണ്. കാത്തിരുന്നത് വന്നണഞ്ഞു, മോഹിച്ചത് പൂവണിഞ്ഞു. ഐഷ, നിന്നിലൂടെ ജീവിത സുന്ദര സങ്കല്പം ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിൻ്റെ മുഖം. നാണം വരുമ്പോൾ ചെറു പുഞ്ചിരിയോടെ നീ നിൻ്റെ നാവിനെ ചെറിയൊരു കടിക്കടിക്കാറുണ്ട്. അത് കാണുമ്പോൾ ഐഷ, എന്തെന്നല്ലാതെ സന്തോഷം എനിക്കുണ്ട്. വേർഡ്സ് ആർ ടു എക്സ്പ്രസ്
songs are to praise, but for my Aisha, my queen, I have no other words to say, but only one and only one. I love you, I love you, I love you. പിന്നെ എന്നും നിന്നോട് ചോദിക്കാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു ചോദ്യം ഇതിലുണ്ട്. അത് ഞാനാണോ നീയാണോ പരസ്പരം കൂടുതൽ പ്രണയിക്കുന്നത് എന്ന്. അത് പക്ഷെ ഒരാരാവും. ജീവിതമെന്ന നൗകയിൽ പാൽ പുഞ്ചിരിയുമായി എൻ്റെ സാമീപ്യത്തിനായി എൻ്റെ വരവിനായി കാതോർത്ത് നീ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലും നിന്നോടായി നമ്മളുടെ മക്കളോടായി ജീവിച്ചും ഇനിയും ജീവിക്കണം എന്ന മോഹമായി ഞാൻ നിർത്തുന്നു. സ്വന്തം. ഹൗ ക്യൂട്ട്. കം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ആയിഷ? വളരെ സന്തോഷം തോന്നുന്നു. എന്താണ് ഇത്ര സന്തോഷം തോന്നിയത്? സത്യം പറഞ്ഞാൽ ഇക്ക ഒരു വട്ടം എഴുതിയിട്ടുണ്ട്. ഇക്ക ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഹാഫേ ഉള്ളൂ പ്രണയത്തെക്കുറിച്ച്, ബാക്കിയൊക്കെ വീട്ടുകാരിയായിരുന്നു. അതിങ്ങനെ ചെയ്യണം അതിങ്ങനെ ചെയ്യണം അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ കുറേ കാര്യങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയൊരു ഫീലിങ്ങിൽ എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. പിന്നെയുള്ള കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഷാഹുൽ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ടാസ്ക് കേട്ടപ്പോൾ? ലവ് ലെറ്റർ ഒരുപാട് എഴുതുന്നതിന് വെച്ച് ഞാൻ കുറച്ച് ആലോചിച്ചിട്ടാണ്, കുറച്ചിങ്ങനെ ഡ്രീം ചെയ്തിട്ടാണ്. കാരണം ഒരുപാട് കടപ്പാട് ഒരു കത്തിലൂടെ എഴുതാൻ അതിൽ കൂടുതൽ എനിക്ക് അവളാണ്. ആയിഷ എന്ന് പറയുന്നത് അത്രയും വലിയൊരു അസറ്റാണ് എനിക്ക്. അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഗൾഫിൽ എഴുതിയതാണോ ആദ്യത്തെ ലവ് ലെറ്റർ? ഗൾഫിൽ ഞാൻ 2 മാസം വിസിറ്റിന് പോയിരുന്നു. അല്ല, ജീവിതത്തിൽ? അതെ അതെ, ജീവിതത്തിൽ ലവ് ലെറ്റേഴ്സ് കുറച്ച് മുമ്പ് എഴുതിയ പോലെ തോന്നുന്നു. അപ്പോഴും എൻ്റെ സോ മോൾ എന്നാണോ? അല്ല, ഐഷ മോള്, അവൾക്ക് ഏറ്റവും ഇഷ്ടം ഐഷ മോളെ എന്ന് വിളിക്കാനാണ്. അതാണ് ഐഷ മോളെ എന്ന് വെച്ചിട്ട് ഞാൻ എഴുതിയത്. പിന്നെ ജീവന എന്താണ് നൗക നൗക എന്താണ് നൗക? നൗക നൗക മീൻസ് നമ്മൾ ഈ തോണി, നമ്മുടെ പഴയ മറ്റേ അതെ, ആടി ഉടഞ്ഞു പോകുന്നതാണല്ലോ ജീവിതം. നമ്മൾ വീട്ടിൽ വന്ന് ഉണ്ടായിപ്പിച്ച സാധനങ്ങൾ അല്ലേ? 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിപ്പിച്ച സാധനം. ഓക്കെ ചേച്ചി, ഷാഹുലിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നു അതിനകത്ത്. 100% സത്യസന്ധമായിട്ടാണ് എഴുതിയത്. കാരണം നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ലവ് ലെറ്റർ വേണമെങ്കിൽ പൈങ്കിളിയായി പോയോ. പ്രണയം കുറച്ച് പൈങ്കിളിയാണ്. അതിനകത്തൊരു കുറ്റബോധവും തോന്നുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഉമ്മ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് സ്നേഹമാണെന്നോ പറയാൻ നമ്മളുടെ ഏറ്റവും ഉള്ളിലെ ആഗ്രഹം സത്യസന്ധമായി പറയുമ്പോഴാണ് അത് പ്രണയമാവുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷം തോന്നി ഷാഹുൽ, നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട വാശി എന്താ അവളുടെ? ഒന്ന് ഈ പറഞ്ഞ പോലെ മറ്റേ മേക്കപ്പ് ഇടുന്നത് തന്നെ. അതിപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുക്കാറുണ്ട്, കാരണം ഞാനും ചെയ്യാറുണ്ടല്ലോ. ഇനി വീണ്ടും കത്തുകളിലേക്ക് നാട്ടുകാരൊക്കെ തിരിച്ചു പോകുമെന്ന് തോന്നുമാറാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മൊബൈൽ അന്യോന്യം സംസാരിക്കുന്ന പോലെ സ്വന്തം വീട്ടിലുള്ള ഭാര്യയ്ക്ക് കത്തെഴുതുമോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഇതുപോലുള്ള കത്തുകൾ ഒരു പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കത്തുകൾ തിരിച്ചു വരട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇവരും തിരിച്ചെഴുതുന്നതും വേണമായിരുന്നു കേട്ടോ. ഒരു മറുപടി കത്ത് നമുക്ക് അടുത്ത് പ്ലാൻ ചെയ്യണം അല്ലേ? മറുപടി കത്ത് ചെയ്യാം. കത്ത് വായിക്കുന്നതിന്റെ രസത്തിലാണോ ജ്യൂസ് കൊടുക്കാൻ മറന്നുപോയത്? സത്യം, ഞാനത് വായിക്കുമ്പോൾ തന്നെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. വേറെ എന്തൊക്കെയോ കുടിക്കുകയായിരുന്നു ജ്യൂസിന് പകരം അല്ലേ? ഇതിൽ ഏത് ഗ്ലാസ്സിലാണ് ടാബ്ലറ്റ് ഇട്ടത്? ആരിട്ടു ടാബ്ലറ്റ്? മയക്കാൻ വേണ്ടി? അങ്ങനെയൊന്നും ഇട്ടില്ല. ഇനി വേറെ കൊടുത്തിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഞാൻ കൊടുത്തവള് കുടിക്കുന്നു വിചാരിച്ചു, തിരിച്ചു വെച്ചില്ല. ശ്വേത, ഈ കത്തിലുപരി ഒരു ടാബ്ലറ്റ് വേണോ മയക്കാൻ? അല്ലേ? കത്ത് തന്നെ അങ്ങേയറ്റം ലഹരി നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. പിന്നെ ഇനിയും ഓവർഡോസ് ആയി പോകില്ലേ ഒരു ടാബ്ലറ്റ് കൂടി ഉണ്ടെങ്കിൽ? അല്ല, അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണല്ലോ അത് അവർക്ക് നമ്മുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ പറയുമ്പോഴാണല്ലോ അത് അവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം അവർക്ക് വലുതാണ്. അത് നല്ലൊരു വാക്കാണ്. നമ്മൾ ഉള്ളിൽ ഒതുക്കി വെച്ചൊരു കാര്യമാണിത്. ഇത്തരം സംഭവങ്ങൾ
ഈ ദേഷ്യം ഉള്ളിൽ ഒതുക്കി വെക്കുക, അല്ലെങ്കിൽ പല വികാരങ്ങളും ഒതുക്കി വെക്കുന്ന പോലെ ഈ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെക്കുന്നതും ദൂഷ്യമാണെന്നാണ് തോന്നുന്നത്. എഴുതുമ്പം അല്ലെങ്കിൽ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പം ഭയങ്കര റിലീഫാണ് കിട്ടുന്നത്, സമാധാനം. കേൾക്കുന്നത് നമുക്ക് വരെ ഉണ്ടാകുന്നു. ഗുഡ്, താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ഈ എന്താ ചുണ്ട്, നാവ് എന്ത് കടിക്കുന്നത്? അത് കുറച്ചൊരു ചെറുതായിട്ട് സ്ലൈറ്റ് തന്നെ ഒന്ന് കടിക്കും. ഒന്ന് കാണിച്ചു തരൂ, ഒന്ന് കാണിച്ചു തരൂ. അതങ്ങനെ വരില്ല. അങ്ങനെ പിന്നെ എന്ത് പറഞ്ഞാലാ അത് വരിക? പറയൂ പറയൂ, എങ്ങനെ എങ്ങനെ? അതിന് മൈക്കൊന്നും വേണ്ട, ഒന്ന് പറയൂ. മാഡം അന്നൊരു ഡാൻസ് ഇതിന്റെ കഴിഞ്ഞൊരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് മാഡം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ക്യൂട്ട്നെസ് ഉണ്ടാവില്ല. അറിയാണ്ട് വരുന്നതാ. എന്തായാലും നല്ല ക്യൂട്ടായിരുന്നു. ജിനി, ഐഷയുടെ മുഖത്ത് ആ നാണം ശരിക്കും കാണായിരുന്നു. ഒരു മൊഞ്ചത്തി ലുക്ക് ഉണ്ടായിരുന്നു ഐഷയ്ക്ക്. ആ ജ്യൂസ് കൊടുക്കുമ്പോഴൊക്കെ ഒരു നാണത്തോടു കൂടിയാണ് ഐഷ അത് വാങ്ങിക്കുകയും തിരിച്ചു കൊടുക്കാൻ അന്നേരം ആ സമയത്ത് അങ്ങ് വിട്ടുപോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും. നന്നായിരിക്കട്ടെ. താങ്ക് യു. റംസാന, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 years. 8 years. ഇപ്പം ഈ ഒരു ലവ് ലെറ്റർ വായിക്കുന്നത് കാണുമ്പോൾ നമുക്കത് തോന്നാറില്ല അല്ലേ? ഇപ്പോഴും കല്യാണത്തിന് മുമ്പുള്ള ഒരു പ്രണയം എന്നുള്ള രീതിയിലായിരുന്നു. നല്ലൊരു കത്തായിരുന്നു. തീരുമാനിച്ചോ ഇതിൽ ആർക്കാ കൂടുതൽ സ്നേഹം എന്ന്? ഒരു തർക്ക വിഷയമാണത്. ആരും ജയിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. ഓരോ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ആരാണ് കൂടുതൽ എന്നുള്ളത്. ഇപ്പം എല്ലാവരും SMS-ലൂടെയാണ് അറിയിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്തായാലും എന്താ പറയാ, ഒരു ഹാപ്പി, നല്ലൊരു ഭാഗ്യമാണ്. അതെ, ഭയങ്കര ഒരു ഭാഗ്യമാണ്. എപ്പോഴാണ് നജുമുദ്ദീൻ വന്നിട്ട് അത് മിക്കവാറും സൂപ്പറിന് കത്ത് കൊടുക്കുന്നതായി. താങ്ക് യു. ബിന്ദു, നല്ല പ്രണയലേഖനമായിരുന്നു. അതിലൊരു ഫീൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കെയറിങ്, പിന്നെ ആ കുട്ടികളെ ഓർത്തു, ഉപ്പേനെ ഓർത്തു, എല്ലാവരെയും ഓർത്ത് നല്ലൊരു ലവ് ലെറ്റർ ആയിട്ട് നന്നായിരുന്നു. ശാശ്വതി, ആയിഷയോട് ഷാവുലുക്ക സൗന്ദര്യത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുമ്പോൾ ആയിഷ ഒരു നാണം കാണിച്ചു. ഓ, അത് നല്ലൊരു, അത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ആ കൈ അവിടെ വെച്ചത്. അയ്യോ, എനിക്കങ്ങനെ നാണം വരില്ല. അത് വേണ്ട. അല്ലല്ല, ഒന്നുകൂടി. നല്ല കാവ്യാത്മകമായ പ്രണയലേഖനമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതൊരു ഈണത്തിലും താളത്തിലും ഒക്കെ ഷാഹുൽ വായിച്ചു. ആയിഷയോടുള്ള പ്രണയം വ്യക്തമാണ് അതിൻ്റെ അകത്ത്. നന്നായിരുന്നു. ഓക്കെ, മാർക്സ്. ജിനി 8.5. 8.5. റംസാന 8.5. 8.5. ബിന്ദു 8.5. 8.5. ശാശ്വതി 8.5. 8.5. അനു 8. 8. പാർവതി ചേച്ചി 8. 8. മാഷേ 8. ടോട്ടൽ 58 ഔട്ട് ഓഫ് 70. താങ്ക് യു. പെർഫോമൻസിന് വേണ്ടി വരാൻ പോകുന്നത് ലക്ഷ്മി ആൻഡ് ആഷ്ലി ആണ്. ലെറ്റ്സ് വെൽക്കം them. കൂട്ടിമുട്ടിയ
തൊട്ടിണ ചുണ്ട് തേടണു വണ്ടറിഞ്ഞ സ്വാദ് കുളിരിന്റെ ജ്വാലയിൽ കുതിരുന്ന രാവിതിൽ കരളിന്റെ തോണിയിൽ പിടയുന്നു മീനുകൾ അത് പൊള്ളിയുന്നു മതി വന്നുവെന്നോ ഇണ പോലെ തമ്മിൽ പങ്കിടണ്ടേ ഈറൻ മാറാതെ. നല്ല ഡാൻസ് ആയിരുന്നു. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു ആഷ്ലി, ലക്ഷ്മി? 8 hours. 8 hours. അതിൻ്റെ കുറച്ചൊരു ഇത് കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്? റിഹേഴ്സൽ ഒരുമിച്ചാണ്. ലക്ഷ്മിൻ്റെ എവിടെയെങ്കിലും എനിക്ക് തോന്നുന്നു ലിറിക്സ് അറിയുണ്ടായിരുന്നു, നോട്ട് ഫുള്ളി അല്ലേ? പക്ഷെ ആഷ്ലി കുറച്ചും കൂടി പാടാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ലിറിക്സ് പഠിച്ചില്ല. ഫ്രണ്ടിലത്തെ ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അധികം ലിറിക്സ് ഇല്ല, ആകെ 3-4 ലൈനുള്ളൂ. പക്ഷെ ആ 3 ലൈനിൽ ഫസ്റ്റ് ലൈൻ മാത്രമാണ് ഞാൻ അത് കാണുന്നുണ്ടെന്ന്. ആഷ്ലിൻ്റെ ആ ഒരു ലക്ഷ്മി ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടാണ് എക്സ്പ്രഷൻ തരുന്നത്. ലിറിക്സ് അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്രഷൻസ് വന്നു പോകുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ അല്ലാതെ അതിൻ്റെ ഒരു റിയാക്ഷൻ. ലക്ഷ്മി എന്താ അവിടെ എന്താ പറയുക, ലിറിക്സ് പാടില്ലെങ്കിലും എക്സ്പ്രസ് ആയിട്ട് അത് കവറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എവറിത്തിങ് വാസ് ഗുഡ്. ജിനി നന്നായിരുന്നു. എനിക്ക് ലക്ഷ്മിയുടെ ഡാൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ലിപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിരുന്നു. ലക്ഷ്മി ആ ഭാവങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടുവന്നു. ആഷ്ലി ഒന്നും കൂടി ഒന്ന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുപോലെ മാഡം പറഞ്ഞ പോലെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ലിറിക്സ് പാടായിരുന്നു. അത്രയും ഒരു കുഴപ്പം എനിക്ക് തോന്നിയുള്ളൂ. റംസാന? നല്ല ഡാൻസ് ആയിരുന്നു. ചേട്ടൻ കുറച്ചും കൂടെ പാട്ട് പാടി കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് ഉണ്ടായേനെ. ഇപ്പം അതിൽ കാണാന്ന് വെച്ചാൽ പേടിച്ച് ചിരിക്കണ പോലെ തോന്നി. അതെ, നല്ല രസമുണ്ടായിരുന്നു. എക്സ്പ്രഷനും കൈയും എല്ലാം അടിപൊളിയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബിന്ദു? ലക്ഷ്മിയാണ് കുറച്ചും കൂടെ നന്നായിട്ട് കളിച്ചത്. അത് കാരണം ആഷ്ലിയോ പാടി കളിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ലക്ഷ്മിയുടെ എൻട്രി ആണെങ്കിൽ ആ വരുന്നതൊക്കെ നന്നായിട്ട് ചെയ്തു. രണ്ടുപേരും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ശാശ്വതി? ഡാൻസ് നന്നായിരുന്നു. ലക്ഷ്മിയുടെ എക്സ്പ്രഷൻസും കോസ്റ്റ്യൂമും നല്ല സൂപ്പറായിരുന്നു. സെറ്റ് സാരിയിൽ കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ബുദ്ധിമുട്ടായിരുന്നു. മുല്ലപ്പൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. ആഷ്ലി പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് പാട്ട് പാടി കളിച്ചു വെച്ചാൽ കുറച്ചുകൂടി നമുക്കത് എക്സ്പ്രസീവ് ആക്കാമായിരുന്നു തോന്നി. നന്നായിരുന്നു. അനു? ലക്ഷ്മിയുടെ നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂമെൻറ്റ്സും എക്സ്പ്രഷൻസും ആയിരുന്നു. ആഷ്ലി എനിക്കൊന്നു എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലിപ് സിങ്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ലിപ്പ് കറക്റ്റായിട്ട് പാടുമായിരുന്നു, എനിക്കൊന്ന് എക്സ്പ്രഷൻസ് ഓട്ടോമാറ്റിക്കലി വന്നേനെ. പക്ഷേ മൊത്തത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു, കോസ്റ്റ്യൂംസ് നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ടാസ്കിൽ അല്ലാതെ ഈ ഒരു ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടാളുടെയും സിങ്ക് അതാണ് നമ്മൾ നോക്കിയത്. അപ്പം അതിൻ്റെ ഓക്കെ. ചേച്ചി? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ആഷ്ലി കുറച്ചും കൂടെ ഒരു ഫാസ്റ്റിൻ്റെ അല്ല, ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഇപ്പം ലക്ഷ്മിയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു കൊടുക്കാനുള്ളൊരു മനസ്സ് ഞാൻ കണ്ടില്ല. കുറച്ചും കൂടെ ഒരു ട്രസ്റ്റ് ചെയ്ത്, ഇപ്പം ഞാൻ കമ്പയർ ചെയ്ത് പറയല്ലേ, എന്നാൽ പോലും ശ്രീനാഥും ദിവ്യയും ചെയ്യുമ്പോൾ ശ്രീനാഥിൻ്റെ 100% ദിവ്യയുടെ പുറത്തൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് അത്രയും ഞാൻ കണ്ടില്ല ഇതിനകത്ത്. അല്ലേ ലക്ഷ്മി? ഞാൻ പറഞ്ഞത് വ്യക്തമാണ്. ലക്ഷ്മി ഫുൾ ആയിട്ട് അർപ്പിക്കുകയായിരുന്നു. ഫുൾ ലക്ഷ്മി കംപ്ലീറ്റ് ആയിട്ട് ആഷ്ലിക്ക് അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. 100%. ആഷ്ലി പെർഫോം ചെയ്യാനാണ് ശ്രമിച്ചത്. ആഷ്ലി സ്റ്റെപ്സിലാണ് കോൺസെൻട്രേറ്റ്. നിങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ എന്ന് വെച്ചാൽ നമ്മളൊരു കെമിസ്ട്രി ഉണ്ട്, ഒരു ഓൺ സ്റ്റേജ് കെമിസ്ട്രി ഉണ്ട്. നമ്മളൊരാൾ ചെയ്യുമ്പോൾ അവൾ അവിടെ നിന്ന് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കെമിസ്ട്രി, അത് ആഷ്ലി എനിക്ക് ലക്ഷ്മി അത്ര ശ്രദ്ധിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. കൂടുതലും സ്റ്റെപ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് തെറ്റാതെ കളിക്കണം എന്നുള്ളതിലാണ്. എന്തോ ടെൻഷൻ അല്ല ആയിരിക്കാം, അതിനാണ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത്. കൃത്യമായിട്ടുണ്ടെങ്കിലേ നമുക്കിതൊക്കെ, ഇത് കോമ്പറ്റീഷനാണല്ലോ അൾട്ടിമേറ്റ്ലി. എന്തോ എനിക്ക് അങ്ങനെ തോന്നി. ഓക്കെ, മാഷേ? ഇതിൽ ആര് നന്നായി ചെയ്തു എന്നുള്ളതല്ല ഇതിൽ നമ്മുടെ വിഷയം, അല്ലേ? എത്രത്തോളം നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരു സ്ഥലത്തും പിഴവ് വന്നിട്ടില്ല. ഡാൻസിൻ്റെ ഒരു അപാകതയൊന്നും ഞാനിതിൽ വിലക്കെടുക്കുന്നേ ഇല്ല. നിങ്ങൾ മടിയിൽ അവൾ വൃത്തിയായിട്ടിരുന്നു, കാലൊക്കെ തെറ്റിപ്പോവാവുന്ന രീതിയിലാണത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു വർക്കിംഗ് അവിടെ നടന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു പക്ഷേ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് മലയാളികളിൽ ഇടയിൽ മാത്രമാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡാൻസ് കളിക്കാത്ത അവസ്ഥ.
നമ്മൾ വിദേശത്തായാലും അതൊരു പൊക്കി പറയൊന്നും അല്ല ഞാൻ. പക്ഷെ ഈവൻ ഗുജറാത്തി കൾച്ചറിലൊക്കെ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കുക, ഹസ്ബൻഡും വൈഫും ഇരുന്ന് കളിക്കുക. എനിക്ക് അതിന്റെ പേരുകളൊന്നും അറിയാം. സൽസ, അതെ അതെ, ഗർബ എന്നൊക്കെ പറയുന്ന പോലെ, ദാണ്ടിയ അങ്ങനെയുള്ള അതേപോലെ ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. നിങ്ങൾ ഇനിയും ഈ ഷോയ്ക്ക് അല്ലാതെയും, നല്ല അർത്ഥത്തിലെടുക്കാൻ ഞാൻ പറയുന്നത്, ഈ ഷോക്ക് അല്ലാതെയും ഇതുപോലുള്ള ഒരു പെർഫോമൻസ് അല്ലാതെയും ഇത്തരം നൃത്തങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആത്മബന്ധം കൂടുന്നാണ് പറയുന്നത്, ശരീരബന്ധം അല്ല. ആത്മബന്ധം കൂടാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ഇവിടെ കണ്ടതും. അതിനുള്ള ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ഗുഡ്. ഓക്കെ, സോ മാർക്സ്. ജിനി 8 marks. 8 marks. റംസാന 8.5. 8.5. ബിന്ദു 8 mark. 8 marks. ശാശ്വതി 8.5. 8.5. അനു 8 marks. 8 marks. പാർവതി ചേച്ചി 7.5. 7.5. മാഷെ 8. 8. ഓക്കെ, 56.5 out of 70. Good. Thank you. കപ്പിൾ ഗെയിമിന് വേണ്ടി വരാൻ പോണത് അനി ആൻഡ് ലെനിയാണ്. ലെറ്റ്സ് വെൽക്കം അനി ആൻഡ് ലെനി ഓൺ സ്റ്റേജ്. എന്താണ് അനി ടാസ്ക്? എന്താ ഉണ്ടാവുക? അറിയില്ല. ലെനി ഒന്നുമില്ല. കറക്റ്റ് ആയാൽ ഒരു കൂവൽ, റോങ് ആയാൽ 2 കൂവൽ. ഓക്കെ, ആ അതെ, അങ്ങനെയാണോ കൂവ? ഓക്കെ, കൂവാൻ പോലും അറിയാത്ത ഒരാള്. ഇതാരെയാണ് കെട്ടേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. ആർക്കാ നന്നായി കാണുക? നിങ്ങൾക്കോ? കാണുന്നുണ്ടോ എന്തെങ്കിലും? ഉറപ്പാണോ? ആ, അവിടെ തന്നെ നിന്നാ മതി. ഓക്കേ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടേബിളിൽ ബലൂൺസ് ഉണ്ട്. ഓരോരോ ബലൂൺ കൊണ്ടുവന്നിട്ട് ലെനീൻ്റെ പിന്നിൽ വന്ന് ലെനി ഊതും. ചുണ്ടിൻ്റെ അവിടെ വെക്കുക, ലെനി ഊതും. ഊതി അതൊരു ബലൂണാക്കി അത് അനി അത് കെട്ടി, അങ്ങനെ എത്ര ബലൂൺ ഊതി വീർപ്പിച്ച് കെട്ടാൻ പറ്റണ നമ്മൾ നോക്കും. ആൻഡ് യു ഹാവ് 5 minutes. ഓക്കെ ലെനി? അല്ല, നിങ്ങളൊന്നുമില്ല, നിങ്ങളുടെ കൈ പിന്നിലാണ്. ബലൂൺ കൊടുത്താൽ മതി. അതാ അല്ലല്ല, അയ്യടാ, കൈയൊന്നുമില്ല ലെനിക്ക്, കൈയൊന്നുമില്ല. അതെ, അപ്പൊ ആദ്യം ഇതാ ഞാൻ നിങ്ങളെ ബലൂൺ വരെ കൊണ്ടുപോവാം. And your time starts now. No talking. മതി മതി. ഓക്കെ, 1 minute ആവാറായി.
4ാമത്തെ മിനിറ്റ്. Last 1 minute. Seconds. Seconds. 7, 6, 5, 4, 3, 2, 1. Superb! 1 minute. Okay. ഇത്രയും നേരം ഇത്രയും നല്ല ടാസ്ക് നിങ്ങൾ ചെയ്തത് സൂപ്പർബാണ്. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ മാറ്റിയതല്ലേ? അല്ലല്ല, മുടി പുറയിലോട്ടായിരുന്നു. നോട്ട് ബാഡ്. സൂപ്പർ. എന്താ ഇത്ര ഊരി ഊരി കൂവലും എങ്ങനെയുണ്ടായിരുന്നു ഈ ടാസ്ക്? കൊള്ളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ലെനി? ഞാനിങ്ങനെ വലിച്ചു പിടിച്ച് ഊതിയിട്ടില്ല. കാറ്റ് വേറെ സ്ഥലത്തോട്ടൊക്കെ പോയായിരുന്നു. നല്ല ടാസ്ക് ആയിരുന്നു. എന്താ കുക്കു അങ്ങനെ ആർക്കും ആ സിഗ്നൽ കേൾക്കാൻ പറ്റില്ല. എന്നാലും അനി വെരി ഗുഡ്, വെരി ഗുഡ്. പാർവതി ചേച്ചി എക്സലന്റ്. പക്ഷെ റിലേഷൻഷിപ്പിന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും തെളിഞ്ഞു വന്നത് അതിനകത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള പെരുമാറ്റവും ലെനി പാവം വേറൊരു സ്ത്രീയെ തൊടുകയെന്ന് തോന്നിയാൽ പോലും നമ്മളെ കണക്ക് ഡോഗ് പോലെ ഇല്ല, സൗണ്ടൊക്കെ എവിടെ പൊസിഷൻ മാറ്റിയാലും പാവമായിട്ട് നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കൂവാമോ. അത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ഒരു സ്നേഹം അതിനകത്ത് കാണായിരുന്നു. എനിക്ക് ലെനിയുടെ പുറത്തുള്ള കോൺഫിഡൻസ് കാണായിരുന്നു. റിയലി ഗുഡ്, എക്സലന്റ്. ലാസ്റ്റിൽ കൂവാതെ ഒന്ന് കണ്ടുപിടിക്കുമോന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. വരുമോ നോക്കട്ടെ. ഞാനെല്ലാം ഊതാൻ റെഡി ആയിരിക്കണ്ട എത്ര പ്രാവശ്യം ബലൂൺ വരെ ഇങ്ങനെ എത്തി. മാഷേ നന്നായിട്ടുണ്ടല്ലേ. നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന കാലം മുതൽ അത് വിടാറായില്ല. ഇല്ല, വിടാൻ പറ്റില്ല. അവിടെ നിന്ന് തുടങ്ങിയ ആ ഒബ്സർവേഷൻ ഉണ്ടോ വൈഫിന്, ഭാര്യയെ, അന്ന് മുതൽ നിങ്ങളുടെ ആ നിരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യക്ഷമായ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞത്. കാരണം ശ്വേതാജിയുടെ തൊട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആളെ മാറിപ്പോയെന്ന് വ്യക്തമായി നിങ്ങൾക്ക്, അല്ലേ? അത് വലിയൊരു കാര്യമാണ്. അത്ര തൊടുമ്പോഴേക്കും മനസ്സിലാക്കുന്ന രീതി, പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയിട്ട് ഉള്ള അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് പിന്നെ ഏറ്റവും ഒടുവിൽ മാറ്റി കൊണ്ടുവന്നു എന്ന് പറയാനും നിങ്ങൾക്കത് പറ്റുകയും ചെയ്തു. രസകരമായൊരു ഗെയിമാണിത്. സാധാരണ വീർപ്പിച്ചിട്ടുള്ള ഒരു പരിചയമില്ല, അല്ലേ? നന്നായിട്ടുണ്ട് വളരെ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം
അങ്ങനെ എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന ഒന്നല്ല എന്നാണ് ഈ ബലൂൺ കൊണ്ട്. ഒറ്റ ബലൂൺ പൊട്ടിയില്ല, ആവശ്യത്തിന് പാകത്തിന് വീർപ്പിച്ചു. അവസാനമാകുമ്പോൾ ഒന്ന് ചെറുതായി പോയെന്ന് മാത്രമല്ലേ അവസാനത്തെ സമയപരിമിതി മൂലം. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ജിനി? അനിച്ചേട്ടനും ലെനിയും നല്ല കൂളായിരുന്നു. അതിൽ കാണാണ്ടായിരുന്നു. ലെനിക്ക് മുഖത്ത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പിന്നെ സൗണ്ട് അങ്ങ് പുറത്തേക്ക് വന്നില്ല എന്നുള്ളൂ. ഊതി ലെനി നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഊതിയിട്ടും അതങ്ങ് വീർത്ത് വരുന്നില്ല. അപ്പോൾ ലെനി ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ പിടിച്ചേക്കില്ലേ, ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതെ, അനിച്ചേട്ടനാണെങ്കിലും നല്ല കൂളായിട്ടെല്ലാം ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓക്കെ, റംസാന? നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിമിൻ്റെ ഒരു ടെൻഷൻ ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. ശ്വേതാജിയെ പിടിക്കാൻ പോകുമ്പോഴാണ് ഒരു ടെൻഷൻ, പിടിക്കല്ലേ ഞാൻ ഇവിടെ ഉണ്ടേന്ന്. അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു ചെറിയ ടെൻഷൻ. നല്ലൊരു ഗെയിമായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തു, ഒരുപാട് ചിരിച്ചു കേട്ടോ. ബിന്ദു? അനിച്ചേട്ടാ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ ലെനിയാണേലും ആ ഓരോ തവണ മാറ്റി നിർത്തുമ്പോഴാണെങ്കിലും ഒരു ഭാഗത്താനോട് അനങ്ങാണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇത്രയെങ്കിലും ബലൂൺ വീർപ്പിക്കാൻ പറ്റിയില്ല, നന്നായിരുന്നു. ഓക്കെ, ശാശ്വതി? ഞാൻ വിചാരിച്ചില്ല ലെനി ചെയ്യുന്നു, പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ലെനിയുടെ പതുക്കുള്ള സൗണ്ട്, പക്ഷെ പതുക്കെ കൂന്നാക്കിയിട്ട്. പിന്നെ അനിച്ചേട്ടൻ എന്നാലും മനസ്സുകൊണ്ട് ഇത്തിരി സന്തോഷമായി. ശ്വേതാജീനെ ഒന്നിങ്ങനെ നന്നായിരുന്നു. ഓക്കെ, അനു? രണ്ടുപേരും ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അതെനിക്ക് രണ്ടുപേരുടെ മൊത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അനിച്ചേട്ടൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ലെൻ ചേച്ചിക്ക് വലിച്ചു പിടിച്ചൊക്കെ കൊടുത്തത്. പക്ഷെ ലെൻ ചേച്ചിക്ക് അത് പരിചയമില്ലാണ്ടാന്ന് തോന്നുന്നത്, ഒന്നും വീർപ്പിക്കാൻ പറ്റിയില്ല. എന്തായാലും ചെയ്തത് നന്നായിട്ട് ചെയ്തു. ഓക്കെ, മാർക്സ്. ജിനി? 8.5. 8.5. റംസാന? 9 marks. 9 marks. ബിന്ദു? 8.5. 8.5. ശാശ്വതി? 8.5. 8.5. അനു? 8.5. 8.5. പാർവതി ചേച്ചി? 9. 9. മാഷേ? ഏറ്റവും നല്ല വിധികർത്താവെന്ന് പലരും ഇവിടെ പറയുണ്ടായി. അതുകൊണ്ട് ലെനിയോട് തന്നെ ഞാൻ ചോദിക്കുന്നു, എത്ര മാർക്ക് വേണം അതിന്? പറയൂ. എൻ്റെ ഇഷ്ടം ഞാൻ പറയൂ, പക്ഷെ നിങ്ങൾ പറയൂ എത്ര വേണം. 8.5. അത് തന്നെ ഞാൻ മനസ്സിൽ കരുതി തന്നെയാണ്. ശരി. Ani, 60.5 out of 70. Good, very good. വിജയ്ക്ക് ലഭിക്കാൻ പോകുന്ന മിർ റിയാൽറ്റേഴ്സിന് 1 കോടി രൂപയുടെ സമ്മാനമാണ്. This is Shweta Menon signing off on Lulu Celebrate Vardela Bhare Season 3 powered by Vivel. Good night.